എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ PNCMAC അതുപോലെ തന്നെ AMCS FNCK തുടങ്ങിയ മാനേജ്മെൻറ്റ് അസോസിയേഷനുകളുടെ വെബ്സൈറ്റുകൾ വഴിയുള്ള ഏകജാലക BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ ഈ മാസം, അതായത് ഈ മാസമല്ല അടുത്ത മാസം ആരംഭിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച, അതായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം ഇന്ന് നടക്കുന്ന ആ ഒരു യോഗത്തിൽ വരുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം ഉടൻ തന്നെ വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള അലോട്ട്മെൻറ്റ് നടപടികൾ ഈ ഒരു ജൂൺ മാസം തന്നെ ആരംഭിക്കുന്നതായിരിക്കും. അതായത് ജൂൺ മാസം ആദ്യ വാരത്തോടെ തന്നെ ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ AMCS FNCK PNCMAC തുടങ്ങിയ വെബ്സൈറ്റുകൾ, അസോസിയേഷൻ വെബ്സൈറ്റുകൾ വഴി ആരംഭിക്കാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റ് നടപടികൾ ആരംഭിക്കുന്ന ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ AMCSFNCK.com വെബ്സൈറ്റിൽ ഇവിടെ അഡ്മിഷൻ 2024 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് നടപടികൾ ആരംഭിക്കുന്ന സമയത്ത് ആ ഒരു ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, അത് വാട്സപ്പ് നമ്പറാണ് കൊടുക്കേണ്ടത്. അതുപോലെ ഇമെയിൽ ID, അതുപോലെ തന്നെ കോഴ്സ് എന്നിവ നൽകുക. ഏത് കോഴ്സിലാണോ അഡ്മിഷൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത്. അതാണ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് നിങ്ങളുടെ വാട്സപ്പിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഡെക്സ് മാർക്ക് ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് LBS വഴി അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യതയില്ല എന്ന് കരുതുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് AMCS FNCK PNCMAC തുടങ്ങിയ വെബ്സൈറ്റുകൾ വഴി ഈ ഒരു അപേക്ഷ നൽകാവുന്നതാണ്. അതുപോലെ തന്നെ നിലവിൽ കുറഞ്ഞ ഫീസിൽ പഠിക്കുന്നതിനായിട്ട് CPASസിലേക്കുള്ള അപേക്ഷയും ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് LBS വഴി സെൽഫ് ഫിനാൻസ് കോളേജിൽ കിട്ടുമ്പോഴുള്ള സെയിം ഫീസ് തന്നെയാണ് ഈ ഒരു CPAS, AMCS FNCK PNCMAC തുടങ്ങിയവ വഴി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുമ്പോഴും നിങ്ങൾ നൽകേണ്ടതായിട്ട് ഉള്ളത്. നിങ്ങൾക്ക് നിലവിൽ നിങ്ങൾക്ക് ഈ ഒരു അതായത് സാധാരണ ജനറൽ കാറ്റഗറിയിൽ ഉൾപ്പെട്ട, അതായത് SC ST OEC കാറ്റഗറിയിൽ അല്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഇതിൽ വഴി, അതായത് നിങ്ങൾക്കിപ്പോൾ പ്രതീക്ഷിച്ച മാർക്കില്ല, അതായത് നിങ്ങൾക്ക് നഴ്സിംഗ് തന്നെ പഠിക്കാനാണ് താല്പര്യം, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നഴ്സിംഗ് LBS വഴി അലോട്ട്മെൻറ്റ് കിട്ടില്ല എന്ന് കരുതുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു AMCS FNCK PNCMAC അതുപോലെ CPAS തുടങ്ങിയവയി നിങ്ങൾക്ക് അപേക്ഷ നൽകാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അപേക്ഷ നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറഞ്ഞ ഇൻഡെക്സ് മാർക്കാണ് ഉള്ളതെങ്കിൽ പോലും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക്, അതായത് ഈ ഒരു LBS വഴി അപ്ലൈ ചെയ്തപ്പോഴുള്ള ഫീസ് തന്നെയാണ് ഇതിലും വരിക, അതായത് ഏകദേശം 800 രൂപയാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷകൾ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റുകൾ വഴി നിങ്ങൾക്ക് അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഫീസ്, അതായത് കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് ഒരു വർഷം നിങ്ങൾക്ക് 1,13,000 സംതിങ് രൂപയാണ് ഒരു വർഷം വരുന്ന ഫീസ്. അതായത് ആദ്യ വർഷം വരുന്ന ഫീസ് എന്ന് പറയുന്നത്. രണ്ടാം വർഷം മുതൽ നിങ്ങൾക്ക് ഏകദേശം 1,02,000 സംതിങ് രൂപ മാത്രമാണ് വരിക. ആദ്യ വർഷം 1000 രൂപ അഡ്മിഷൻ ഫീസും അതുപോലെ 10,000 രൂപ കോഷൻ ഡെപ്പോസിറ്റും അടക്കേണ്ടതായിട്ട് വരും. കോഷൻ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് 4 വർഷത്തിന് ശേഷം തിരികെ ലഭിക്കുന്നതാണ് കോഷൻ ഡെപ്പോസിറ്റ് തുക. അപ്പോൾ നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പൈസ തിരിച്ചു കിട്ടുന്നതല്ല. അപ്പോൾ അതാണ് കോഷൻ ഡെപ്പോസിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു, അതായത് LBS വഴി അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യതയില്ല എന്ന് കരുതുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു AMCS FNCK PNCMAC വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ ഒരു AMCS FNCK PNCMAC എന്നിവ വഴി നിങ്ങൾക്ക് SC ST OEC കാറ്റഗറി ആയിരുന്നാലും നിങ്ങൾക്ക് ഈ ഒരു സെയിം ഫീസാണ് വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു CPAS വഴിയാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ, അതായത് SC ST OEC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് CPAS വഴിയാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ആകെ വരുന്ന ഫീസ് എന്ന് പറയുന്നത് 11,000 രൂപയാണ്. അതായത് 1000 രൂപ അഡ്മിഷൻ ഫീസും അതുപോലെ തന്നെ 10,000 രൂപ ഈ ഒരു കോഷൻ ഡെപ്പോസിറ്റുമാണ് വരിക. അപ്പോൾ ടോട്ടൽ 11,000 രൂപയാണ് വരിക. അതുപോലെ തന്നെ ഇതിനോടൊപ്പം എല്ലാവർക്കും വരുന്ന ചെലവ് പോലെ തന്നെ ഹോസ്റ്റൽ ഫീസ്, എക്സാം ഫീസ്, അതുപോലെ തന്നെ യൂണിഫോം, ബുക്ക് തുടങ്ങിയ എക്സ്ട്രാ കോസ്റ്റുകൾ മാത്രമാണ് വരിക. അപ്പോൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു, അതായത് ഹോസ്റ്റൽ സൗകര്യം എല്ലാ കോളേജുകളിലും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഹോസ്റ്റലിന് സെപ്പറേറ്റ് ഫീസായിരിക്കും. അത് ഏകദേശം ഒരു 2,000 അല്ലെങ്കിൽ 5,000 ആ ഒരു രീതിയിലാണ് ഹോസ്റ്റലിൻ്റെ ഫീസ് വരുന്നത്. അത് വളരെ കുറഞ്ഞ ഒരു ഫീസിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പഠിക്കുന്നതിനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് എവിടെ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലും ആ ഒരു അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ ആ ഒരു കോഴ്സ് ഫീസ് മുഴുവനായിട്ട് അടക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു അഡ്മിഷൻ നിങ്ങൾക്ക് എവിടെയെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ പോകുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു AMCS FNCK PNCMAC തുടങ്ങിയ വെബ്സൈറ്റുകൾ വഴി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ ഫീസിൽ, അതായത് കുറഞ്ഞ ഫീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഗവൺമെൻറ് LBS വഴി നിങ്ങൾക്ക് ഈ ഒരു മെറിറ്റ് സീറ്റിൽ കിട്ടിയാലും വരുന്ന ഫീസാണ്. അതായത് 1,13,000 രൂപയാണ് നിങ്ങൾക്ക് ആ ഒരു വാർഷിക ഫീസായിട്ട് ഒരു വർഷം വരുന്നത്. അതായത് സ്പെഷ്യൽ ഫീസ്, അതുപോലെ എക്സാം ഫീസ്, അതായത് അതുപോലെ തന്നെ ഈ ഒരു ട്യൂഷൻ ഫീസ് എന്നിങ്ങനെയുള്ള ഇനങ്ങളിലായിട്ട് വരിക. രണ്ടാം വർഷം മുതൽ ഏകദേശം 1,00,000 അതായത് 1,00,000
2000 സംതിങ് രൂപയാണ് ആ ഒരു 2ാം വർഷം മുതൽ ബാക്കി 3ാം വർഷം വരെ വരുന്ന ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു, അതായത് നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് ഇല്ല എന്ന് കരുതുന്ന, അതുപോലെ BSc നഴ്സിംഗിന് LBS വഴി അലോട്ട്മെൻറ്റ് കിട്ടില്ല എന്ന് കരുതുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ AIMSS FNCക്ക് PNCMAC അതുപോലെ CPAS വഴി അപേക്ഷിക്കുക. CPASൻ്റെ അഡ്മിഷൻ നിലവിൽ അപേക്ഷ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ജൂൺ 16-ാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു CPAS വഴി അപേക്ഷ നൽകാൻ സാധിക്കുക. അപ്പോൾ അതിനുശേഷം ഈ ഒരു അപേക്ഷ നൽകുന്നതിനായിട്ട് സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രോസ്പെക്ടസിൽ ഓരോ കോളേജസിൻ്റെ, അതായത് അതുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു സംശയങ്ങൾക്കെല്ലാമുള്ള ഉത്തരങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് ഇല്ല, അതായത് നിങ്ങൾക്ക് BSc നഴ്സിംഗ് കോഴ്സിന് അലോട്ട്മെൻറ്റ് ഈ ഒരു LBS വഴി അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യത കുറവാണെന്ന് കരുതുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു PNCMAC, AIMSS FNCക്ക് അതുപോലെ തന്നെ CPAS തുടങ്ങിയ വഴിയുള്ള അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുത്ത് അലോട്ട്മെൻറ്റ് കിട്ടുമോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.